ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കമാലുദ്ദീൻ നെന്മാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലുമൊക്കെ അനീതിക്കെതിരെ പുള്ളി ശബ്ദം ഉയർത്തുകയാണെങ്കിൽ അതിശക്തമായ ഭാഷയിലായിരിക്കും പ്രതികരിക്കുക. ഇനി തെറി പറയേണ്ടി വന്നാൽ തെറി പറഞ്ഞിരിക്കും. അല്ല, എങ്ങനെയാണെങ്കിലും അതിശക്തമായിട്ടൊരു സാധാരണ ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ വളരെ ഇതായിട്ട് സംസാരിക്കും കമാലുദ്ദീൻ. ഞാൻ പുള്ളിയുടെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരു ട്രാൻസ്പോർട്ടിലെ ഒരു സ്ത്രീ പ്രായം ചെന്നവരെയൊക്കെ ഇറക്കി വിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനെതിരെ പുള്ളി ശക്തമായിട്ട് പ്രതികരിച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മനാഫിൻ്റെ വിഷയത്തിൽ കമാലുദ്ദീൻ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിശക്തമായിട്ട്. നിങ്ങളൊന്ന് കേൾക്കണം, ഫുൾ വാച്ച് ചെയ്യണം, കാരണം അത് വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, കണ്ടു നോക്ക്. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ FBയിൽ വരാനുള്ള കാരണം, എൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. അർജുൻ എന്ന് പറയുന്ന സഹോദരൻ, ലോറി ഡ്രൈവറായ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ അപകടത്തിൽ മരണപ്പെടുകയും 72 ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അർജുനെ പുഴയിൽ നിന്നും, ഗംഗാവലി പുഴ അല്ലെ, ആ പുഴയിൽ നിന്നും എടുക്കുകയും ഒരു സുപ്രഭാതത്തിൽ 3-4 ദിവസങ്ങൾക്ക് മുന്നേ അടക്കം ചെയ്യുകയും ചെയ്ത കാര്യം കേരളത്തിലെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഈ അടക്കം ചെയ്ത് കത്തിയിട്ട് ചിതയിലെ തീക്കനൽ മാറാത്തതിന് മുന്നേ ഈ പറയുന്ന അർജുനന്റെ വീട്ടിലുള്ളവര് അർജുനന്റെ ലോറി ഉടമയായ മനാഫിനെതിരെ ഈ പറയുന്ന ചാനലിൽ വന്നുകൊണ്ട്, ചാനലുകാരെ വിളിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അർജുനന്റെ അളിയൻ പറയുന്നത്, ഈ പറയുന്ന അർജുനന്റെ അളിയൻ, അർജുനന്റെ പെങ്ങളുടെ ഭർത്താവായ അളിയൻ പറയുന്നത്, ഈ മനാഫ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു. അതുപോലെ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ആ മുങ്ങൽ വിദഗ്ധനും മനാഫും ചേർന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയും അതിലൂടെ വരുമാനം നേടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എന്റെ അളിയനെ വെച്ച് മുതലെടുത്തതാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്ന പത്രക്കാരുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോ ഈ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒരുപാട് ബോഡികളെ വെള്ളത്തിനടിയിൽ മുങ്ങിയിട്ട് തപ്പിയെടുത്ത ചരിത്രം കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കഥ ഈ അടുത്ത കാലത്തേക്കാണ് വരുന്നത്. അദ്ദേഹത്തെ നമ്മൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന സഹോദരൻ മെനക്കെട്ട് വന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ വന്നത്? ഈ പറയുന്ന ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്നവനും രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്നവനും ഈ ലോറി ഉടമയായ മനാഫും ഈ അർജുനെ വെച്ചിട്ട് വിറ്റിട്ട് കാശുണ്ടാക്കേണ്ട വല്ല ഗതികൾ അവർക്കുമുണ്ടോ? അവർക്ക് ഒരിക്കലുമില്ല. അപ്പോ ഈ പറയുന്ന അർജുന്റെ ലോറിയുടെ ഉടമയായ മനാഫ് ഈ അർജുന്റെ പേരിൽ പൈസ പിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്ന ഈ പത്രക്കാരുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോ ഈ അർജുന്റെ അളിയനോട്, അളിയ, നീ ആൺകുട്ടിയാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ആ തെളിവ് ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു വരണം, അവതരിപ്പിക്കണം. മനാഫ് അർജുന്റെ പേരിൽ പണം പിരിച്ചതായിട്ട് തെളിവുണ്ടെങ്കിൽ നീ അത് കാണിക്കണം. നീ ആൺകുട്ടിയല്ലേ, നീ ആൺകുട്ടിയാണല്ലോ അല്ലെ, നീ വലിയ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയല്ലോ. 72 ദിവസം ഗംഗാവലി പുഴയിലെന്നും നീയോ നിന്റെ കുടുംബത്തിലുള്ളവരോ ഒരിക്കലും ഈ പറയുന്ന അർജുന് വേണ്ടി ഒരിക്കലും വന്നിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നത് മനാഫ് എന്ന് പറയുന്ന സഹോദരനും ആ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്നവരും രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്നവരും, അങ്ങനെയുള്ള ഒരുപാട്, അതായത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മലപ്പുറത്തിൽ നിന്നും കോഴിക്കോടിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഗംഗാവലി പുഴയുടെ തീരത്ത് മുങ്ങൽ വിദഗ്ധന്മാര് വന്നിട്ട് അവിടെ തമ്പടിച്ച കാര്യം എല്ലാവർക്കും അറിയാം. ഈ മനാഫ് ആരാണെന്നും മനാഫ് എങ്ങനെയുള്ളവനാണെന്നും കേരളീയ സമൂഹത്തിന് നല്ലപോലെ അറിയാം. ചാനലുകളിലൂടെ മനാഫ് നിറഞ്ഞു നിന്നപ്പോ കേരളത്തിലെ ഒരുപാട് വർഗീയവാദികൾക്ക് ഒരിക്കലും ദഹിക്കുന്നില്ല. മനാഫ് എന്ന് പറയുന്നവന്റെ പേരാണ് വിഷയം, അവന്റെ മതമാണ് വിഷയം. കുറെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കാത്തവന്മാര് സോഷ്യൽ മീഡിയയിലൂടെ പല ചാനലുകളിലും ഈ പറയുന്ന മനാഫിന്റെ വീഡിയോ വരുമ്പോ അതിനകത്ത് കമന്റുകൾ ഇടുക. കുറെ തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ട്. അതായത് ജനാധിപത്യത്തെയും ഈ പറയുന്ന മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും ഐക്യത്തെയും കാത്ത് സൂക്ഷിക്കേണ്ട, എല്ലാവരും തമ്മിൽ തല്ലി ചാവണം, ഭിന്നിച്ചു നിൽക്കണം എന്ന് ചിന്തിക്കുന്ന കുറെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുണ്ട് നമ്മുടെ കേരളത്തിനകത്ത്. അവർക്ക് എന്തെങ്കിലും ഒരു വിവാദങ്ങൾ ഉണ്ടാക്കണം. കിട്ടിയത് മനാഫാണ്, മനാഫിന്റെ പേരാണ് അല്ലെ. അപ്പോ മനാഫിനെതിരെ എന്തെങ്കിലും പടച്ചുവിടുക, മനാഫിന്റെ പേരിൽ ഒരു വീഡിയോ വരികയാണെങ്കിൽ ആ വീഡിയോന്റെ അടിയിൽ വളരെ മോശമായ രീതിയിലുള്ള, നീചമായ രീതിയിലുള്ള കമന്റുകൾ ഇടുക. ഇതിന്റെ അടിയിൽ മനാഫിനെതിരെ ഒരു തീവ്രവാദി, ഇങ്ങനെ തന്നെ പറയാം, മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു തീവ്രവാദി മനാഫിനെതിരെ യൂട്യൂബിൽ
വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വീഡിയോ ചെയ്തത്? മനാഫിനെതിരെയുള്ള ആരോപണങ്ങൾ എന്താണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഈ തീവ്രവാദി പറഞ്ഞത്. ആ തീവ്രവാദിയുടെ പിതാവിനോട് എനിക്ക് പറയാനുള്ളത്, തീവ്രവാദി ഈ മനാഫിനെതിരെ പൂക്കോട്ടുംപാടത്ത് ലൈവിൽ വന്ന് പ്രതികരിച്ച തീവ്രവാദിയുടെ പിതാവിനോട് എനിക്ക് പറയാനുള്ളത്, മെഡിക്കൽ ഷോപ്പിൽ പോയി കോണ്ടം വാങ്ങാൻ എല്ലാവർക്കും പറ്റും. കോണ്ടം ആര് പോയി ചോദിച്ചാലും തരും. ആ കോണ്ടം നല്ലപോലെ ഉപയോഗിക്കാൻ അറിയണം. കോണ്ടം നല്ലപോലെ ഉപയോഗിച്ചാൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. കോണ്ടം മോശമായി ഉപയോഗിച്ചാൽ, അറിയാതെ ഉപയോഗിച്ചാൽ കോണ്ടം പൊട്ടും. കോണ്ടം പൊട്ടിയാൽ ഇതുപോലുള്ള തീവ്രവാദികൾക്ക് ഭൂമിയിൽ ജന്മം നൽകേണ്ടി വരും. ഇതുപോലുള്ള തീവ്രവാദികൾക്ക് ഭൂമിയിൽ ജന്മം നൽകി കഴിഞ്ഞാൽ കേരളീയ സമൂഹം തന്തയ്ക്ക് വിളിക്കും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതായത് ചില ആളുകൾക്ക് പേരാണ് പ്രശ്നം, ചില ആളുകൾക്ക് മതമാണ് പ്രശ്നം. സമാധാനം ഒരിക്കലും ആഗ്രഹിക്കാത്ത തീവ്രവാദികളെ നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, മനാഫിനെതിരെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഈ പറയുന്ന അളിയൻ പറഞ്ഞത്. ഏതളിയൻ? ഈ രഞ്ജിത്തിന്റെ പെങ്ങളുടെ ഭർത്താവായ അളിയൻ. അതിന്റെ മുന്നെനിക്ക് ഈ പറയുന്ന അളിയനോട് പറയാനുള്ളൂ, അളിയ നിന്റെ രഞ്ജിത്തിന്റെ അളിയൻ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ അളിയനാണ്. കേരളത്തിന്റെ അളിയനാണ് നീ നല്ലവനല്ലേ? നീ കേരളത്തിന്റെ അളിയനാണ്. നിന്നെ കേരളത്തിന്റെ അളിയനായിട്ട് ദത്തെടുക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായ സഖാവ് പിണറായി വിജയനോട് 2 ദിവസം കഴിഞ്ഞാൽ നിവേദനം കൊടുക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. നിന്നെ കേരളത്തിന്റെ അളിയനാക്കി ഉയർത്തണം. നീ നല്ലവനാണ്. നിന്റെ ഫേസ്ബുക്ക് പേജൊക്കെ, ഫേസ്ബുക്കിലൂടെ നീ ഇപ്പൊ ലോക്കോളിയായി മാറി. പ്രത്യേകിച്ച് പൊതുവെ രാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്നവരൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോക്ക് ചെയ്യും. അതങ്ങനെയാണ്. നീ ഇപ്പൊ ലോക്ക് ചെയ്തു. ഈ പറയുന്ന രഞ്ജിത്തിന്റെ അളിയൻ, നിന്റെ ഫേസ്ബുക്കൊക്കെ നമ്മൾ നല്ലപോലെ ചിരണ്ടിയെടുത്ത് നോക്കി. നിന്റെ യഥാർത്ഥ സ്വഭാവം ആ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോ അതെന്തോ ആവട്ടെ, അത് നിന്റെ ആശയം, നിന്റെ വ്യക്തിപരം. നീ ഉന്നയിച്ച ആരോപണമുണ്ടല്ലോ, അതായത് അളിയ, നീ ഉന്നയിച്ച ആരോപണം, മനാഫ് എന്റെ അളിയന്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ നിയമ നടപടിക്ക് സ്വീകരിക്കാൻ പോവുകയാണ് എന്നാണ് നീ പറഞ്ഞത്. നീ നിയമ നടപടി സ്വീകരിക്കണം. നീ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന മനാഫിനോട് എനിക്ക് പറയാനുള്ളത്, മനാഫെ, നിനക്കെതിരെ വ്യക്തമായ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഈ പറയുന്ന ഈ രഞ്ജിത്തിന്റെ അളിയൻ പറഞ്ഞത്. ആ തെളിവുകൾ അവൻ ഹാജരാക്കിയില്ലെങ്കിൽ, അവനോ അവന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഹാജരാക്കിയില്ലെങ്കിൽ നീ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. നീ ഒരുപാട് പുണ്യപ്രവൃത്തിയൊന്നും ചെയ്യണ്ട. നീ വലിയ പുണ്യവാളനാവരുത്. നീ പുണ്യവാളനായി നിന്നെ കണ്ടില്ലേ? നീ ആരാണ്? നീ മോശമായവനാണ്, നീ കള്ളക്കടത്തുകാരനാണ് എന്ന് നിന്നെ വളരെ മോശമാക്കി ചിത്രീകരിച്ച ഒരുപാട് തീവ്രവാദികൾ കേരളത്തിലില്ലേ? കമന്റുകൾ കിട്ട തീവ്രവാദികളില്ലേ? യൂട്യൂബ് ഓളികളില്ലേ? ഫേസ്ബുക്ക് ഓളികളില്ലേ? ഇല്ലേ? അതുകൊണ്ട് നീ ഒരുപാടൊന്നും പുണ്യവാളനാവണ്ട. എന്റെ കൂടപ്പുറപ്പാണ് ഈ പറയുന്ന അർജുന്റെ മോള്, എന്റെ മോള് പോലെയാണ്, ഞാൻ പൊന്നുപോലെ നോക്കും. അതൊക്കെയാണ് അവർക്ക് വിഷയം. നിന്റെ സത്യസന്ധതയാണ് അവർക്ക് വിഷയം. നിന്റെ ആത്മാർത്ഥതയാണ് അവർക്ക് വിഷയം. നീ എന്ത് സഹായം ചെയ്താലും അവർക്ക് വിഷയമാണ്. നീ ഈ പറയുന്ന അർജുന്റെ അമ്മയോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ മോനെ ഞാൻ കൊണ്ടുവരുമെന്ന്? നീ കൊണ്ടുവന്നു, പക്ഷെ ജീവനോടെയല്ല, സങ്കടമുണ്ട്. ബോഡി മരണപ്പെട്ടു പോയ മയ്യത്തോടെ നീ കൊണ്ടുവന്നു. 72-ൽ പരം ദിവസങ്ങൾ നീ രാത്രിയില്ല പകലില്ലാതെ ഈ പറയുന്ന ഗംഗാവലി പുഴയോരത്ത് പോയി ഇരുന്നു. നീ ഒരുപാട് പേരുടെ വാതിലിൽ മുട്ടി. നീ ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പൊ നിന്നെ കാർവാർ MLA-മാരും അതുപോലെ തന്നെ കാർവാർ SP-യും നിനക്കെതിരെ രംഗത്ത് വന്നു. 24 ചാനലുകളിൽ പോലും അത് കാണാൻ സാധിച്ചു. എന്താ കാരണം? നീ പ്രശ്നക്കാരനാണത്ര. എന്താ നിന്റെ പ്രശ്നം എന്താ? എന്റെ ഒരു സഹോദരൻ, എന്റെ ഡ്രൈവറല്ല, എന്റെ സഹോദരൻ മണ്ണിനടിയിലാണോ അതോ വെള്ളത്തിനടിയിലാണോ കാണാനില്ല. എന്റെ സഹോദരനെ കണ്ടുകെട്ടണം എന്ന് നീ അവിടെ പ്രശ്നമുണ്ടാക്കി. നീ ആത്മാർത്ഥത കാണിച്ചപ്പോൾ അത് വലിയ വിഷയമായി. നിനക്കെതിരെ കേസെടുത്തു. കർണാടകയിലെ അന്നത്തെ അധികാരികൾ അന്ന് പറഞ്ഞ കാര്യമാണല്ലോ. ഒരു ഡ്രൈവറിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളി വരുന്നു. ഒരു ഡ്രൈവറിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും വിളി വരുന്നു. ഒരു ഡ്രൈവറിന് വേണ്ടി MP-യും MLA-യും മന്ത്രിമാരും വിളിക്കുന്നു. എന്താ ഈ ഡ്രൈവർ ആരാണ്? പൊളിറ്റിക്കൽ ലീഡറിന്റെ മക്കളാണോ? പൊളിറ്റിക്കൽ ലീഡറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ രംഗത്ത് വന്നു. ഇവിടെ മനുഷ്യരെയാണ് പ്രാധാന്യം, പണമല്ല. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ, വ്യക്തിത്വമോ നോക്കാതെ, മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ കേരളീയ സമൂഹം ഒന്നടങ്കം ശക്തമായ രീതിയിൽ ആ മനുഷ്യന് വേണ്ടി പ്രതികരിക്കും. മനുഷ്യന് വേണ്ടി എന്തിനും തയ്യാറായിട്ട് പോരാടും. അതാണ് കേരളീയ സമൂഹം. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ സംഭവിച്ചെന്താ? കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ അളിയൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ
അതായത് ഈ മനാഫ് സോഷ്യൽ മീഡിയ യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരുപാട് പൈസ പിരിക്കുന്നു എന്നാണ് കാണാൻ കഴിഞ്ഞത്, എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതൊക്കെ തെറ്റാണ്. ഈ പറയുന്ന അർജുനന്റെ അളിയനോട് എനിക്ക് പറയാനുള്ളത്, നീ ആൺകുട്ടിയാണെങ്കിൽ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് നീ തെളിവ് കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിനക്കെതിരെ നിയമ നടപടി എങ്ങനെ സ്വീകരിക്കുമെന്ന് മനാഫിനറിയും, മനാഫ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് കേരളീയ സമൂഹത്തിനെ, നല്ല ഐക്യത്തോടെയുള്ള സമൂഹത്തിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളമാണ്, ഒരിക്കൽ കൂടി പറയാണ്, ഇത് കേരളമാണ്. നിങ്ങളുടെ ഒരു ഉദ്ദേശവും ബഹുമാനപ്പെട്ട കേരളത്തിൽ നടക്കില്ല. നിങ്ങളെ വല്ലതും ഉണ്ടെങ്കിൽ ചുരുട്ടിക്കൂട്ടി ശാഖയിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്, വർഗീയ തീവ്രവാദികളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ആ മരിച്ചവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക. നിങ്ങളത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരാള് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും മാന്യമായ സാമ്പത്തിക സഹായം ചെയ്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരുകൾ മാതൃകയാവുക. ഇവിടെ പഠിച്ച് PSC എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കൾ കേരളത്തിൽ നിലവിലുണ്ട്. എന്നിരിക്കെ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ. കേരളത്തിൽ തെങ്ങിന്റെ മുകളിലും പനയുടെ മുകളിലും മരത്തിന്റെ മുകളിലും കയറി കള്ള് ചത്താനും മരം വെട്ടാനും പോയി താഴെ വീണ് മരണപ്പെട്ടു പോയ, താഴെ വീണ് നട്ടല്ലൊടിഞ്ഞ, താഴെ വീണ് ഒരു സൈഡ് തളർന്നു കിടക്കുന്ന അവരുടെ ഭാര്യമാര് പോലും ഒരു നേരത്തിന് ആഹാരമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കൊക്കെ ജോലി കൊടുത്ത് മാതൃകയാവണം. ഇങ്ങനെയുള്ള അനാവശ്യമായി ആർക്കും ദയവ് ചെയ്ത് ഭർത്താക്കന്മാർ നീ ചിലച്ചത് മതി. തൻസീലെ നിന്റെ തന്തന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല ഞാൻ ചിലയ്ക്കുന്നത്, എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. നിനക്ക് പറ്റിയാൽ കേൾക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. ചിലക്കേണ്ട വർത്തമാനം എന്നോട് പറയണ്ട. ഓക്കെ? അപ്പോ എനിക്ക് പറയാനുള്ള കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാരിനോട്, പഠിച്ചവർക്ക് ജോലി കൊടുക്കുക, PSC എഴുതിയവർക്ക് ജോലി കൊടുക്കുക. ആർക്കെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാന്യമായ സാമ്പത്തിക സഹായം ചെയ്ത് മാതൃകയാവുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരനെ കിട്ടാൻ വേണ്ടി ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ മസ്ജിദിലും ചർച്ചുകളിലും അമ്പലങ്ങളിലും പ്രാർത്ഥിച്ച മലയാളികളാണ് കേരളത്തിലുള്ളത്. ഊണിലും ഉറക്കത്തിലും. ഞാൻ എൻ്റെ മോളോട് പോലും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന അർജുനനെ വേണ്ടി, മോളെ നീ നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അവനെ ജീവനോടെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പടച്ചവൻ കേട്ടില്ല. എന്താ സംഭവിച്ചത്? അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. പക്ഷേ ഈ പറയുന്ന അർജുന്റെ വീട്ടുകാർക്കൊന്നും വലിയ സങ്കടങ്ങളൊന്നും ഒരിക്കലും കണ്ടില്ല. കമാലുദ്ദീൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ട്. അർജുനെ വിറ്റ് കിട്ടുന്ന കാശ് മാൽപ്പയ്ക്കാണേലും മനാഫിനാണേലും അങ്ങനത്തെ ഒരു കാര്യമില്ല, അതിൻ്റെ ഒരു ആവശ്യക്കാരല്ല അവർ എന്നുള്ളത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മനാഫ് എന്ന് പറയുമ്പോൾ മനാഫ് എൻ്റെ ഡ്രൈവർ എന്നല്ല പറയുന്നത്, എൻ്റെ സഹോദരൻ എന്നാണ് മനാഫ് എപ്പോഴും പറയുന്നത്, അല്ലാതെ എൻ്റെ ഡ്രൈവർ എന്നല്ല. ഇവിടെ വിഷയം മനാഫിൻ്റെ മതമാണ് വിഷയം. കുറേ ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്, കുറേ തന്തയ്ക്ക് പിറക്കാത്തവർ, കുറേ വർഗീയ ശക്തികളുമുണ്ട്, അവരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുള്ള രീതി കമാലുദ്ദീൻ പറയുന്നുണ്ട്. ഈ 72 ദിവസം ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് അവിടെ നിന്നാണ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്താണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കാതെ എൻ്റെ സഹോദരൻ എന്നും പറഞ്ഞ് നിന്ന ഒരാളാണ്. അപ്പം അർജുൻ്റെ അളിയനോടായിട്ടാണ് പുള്ളി ഇതിൻ്റെ അകത്ത് എന്തിനും പറഞ്ഞത് കുറേ മറുപടി. എന്തേലും മനാഫിനെതിരെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, തെളിവാണ്, ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങളപ്പം നിങ്ങളുടെ ഒപ്പം നിൽക്കും. തെളിവില്ല എങ്കിൽ ഇല്ലാത്ത കാര്യം പറയുന്നത് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതി പറയുന്നുണ്ട്. അവസാനം പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതൊരു പോയിൻ്റാണ്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാതെ PSC എഴുതി കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പേര് വരുന്നവർക്ക് ജോലി കൊടുക്കണം. അല്ലാതെ അപകടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട്, അവരുടെ എല്ലാം ഭാര്യമാർക്ക് ഇങ്ങനെ ജോലി കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ അനുഭവം വെച്ചിട്ടായിരിക്കും കമാലുദ്ദീൻ അങ്ങനെയൊന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാണ് ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത്.